ആമേൻ. ഇന്ന് ദൈവം നമ്മോട് സംസാരിക്കുന്ന ദൈവവചനം നമ്മുടെ ഹൃദയങ്ങളിൽ മാംസപലകമേൽ എഴുതപ്പെടേണ്ടതിനായി ദൈവത്തോട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. और आज जो वचन हम सुनने जा रहे हैं वो वचन हमारे हृदय की पट्टिकाओं पर पवित्र आत्मा लिखने के लिए हम प्रार्थना के साथ में बने रहे, കാരണം വചനം ദൈവമാണ്. क्योंकि वचन परमेश्वर के तुल्य है ദൈവവചനത്തിന് ദൈവം ചെയ്യുന്ന എന്തോ അതൊക്കെ ചെയ്യാൻ കഴിയും. और परमेश्वर के वचन को जो कुछ प्रभु कर सकता है वो सारी बातें वचन कर सकता है. ദൈവവചനം കേട്ടപ്പോൾ എമോസിലേക്ക് പോയ ശിഷ്യന്മാർ ഹൃദയം ഉള്ളത്തിൽ കത്തിക്കൊണ്ടിരുന്നു. തുടർന്ന് അവരുടെ കണ്ണുകളെ അത്ഭുതം കാണാൻ ദൈവം തുറക്കുകയുണ്ടായി. और परमेश्वर का वचन जब वे चेले लोग जो इम्माउस की ओर जा रहे थे वे उन्होंने सुना, उनका हृदय उस आवाज उस बात से जल उठा और उनकी अंतर्दृष्टि प्रकाशित हो गई. വചനം കേൾക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ അന്തരാത്മാവിൽ ഹൃദയം ഇങ്ങനെ കത്തുന്നുണ്ടെങ്കിൽ ഓർക്കുക, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഉയർത്തെഴുന്നേറ്റ ജീവനുള്ള ഒരു അത്ഭുതം നമ്മുടെ നേരെ വരികയാണ്. और वचन सुनते समय, वचन पढ़ते समय यदि आपके हृदय के अंदर एक हलचल आपको महसूस हो रही है तो आप एक बात समझना, एक असाधारण सामर्थ्य पवित्र आत्मा मेरे और आपके जीवनों में उंडेलना चाहता है. രാത്രി ഈ കൂട്ടം നമ്മെ സംബന്ധിച്ച് വളരെ അപ്രധാനമായ മേഖലകളിൽ വളരെ പ്രധാനപ്പെട്ട ചില വാതിലുകളെ തുറക്കുന്ന കൂട്ടമായി തീരും. और आज हमारी इस संगति के अंदर परमेश्वर कई द्वारों को खोलने वाली एक संगति के रूप में आज की सभा को रूपांतरित करने पाए. നമുക്കതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ഉള്ളങ്ങളെ ദൈവം തുറക്കണമേ. ഞങ്ങൾക്ക് ഇന്ന് രാത്രി ആവശ്യമുള്ള ദൈവീക മന്ന ഞങ്ങളുടെ മേൽ ദൈവം ഒഴിച്ചു തരണമേ. കണ്ണുകളെ തുറക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. ചിന്തകൾക്ക് ആധാരമായി സങ്കീർത്തനത്തിലേക്ക് പോകും. 103-ാം സങ്കീർത്തനം അതിന്റെ 20-ാം വാക്യം ഞാൻ ഇങ്ങനെ വായിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിന്റെ ശബ്ദം കേട്ടവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി ദൈവത്തിന്റെ ദൂതന്മാരായുള്ളവരെ ദൈവത്തെ വാഴ്ത്തുകയും. भजन संहिता 103 और उसका 20वां पद आज के वचन मनन के आधार के रूप में पढ़ना चाहूंगा. हे यहोवा के दूतों, तुम जो बड़े वीर हो और उसके वचन के मानने से उसको पूरा करते हो, उसको धन्य कहो. ദൈവത്തിന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരായുള്ളവർ, और उसके वचन के या वचन की आज्ञा मानने वाले दूतों के तुल्य जो वीर पुरुषों को यह वचन संबोधित करता है. ദൈവസന്നിധിയിൽ ദൂതന്മാരുണ്ട്, സറാഫുകളുണ്ട്, മൂപ്പന്മാരുണ്ട്, ജീവികളുണ്ട്. परमेश्वर की उपस्थिति में स्वर्गदूत है, करूब है, ऐसे प्राचीन लोग हैं, ऐसे बातें हैं. പ്രധാനമായും ഇവരെല്ലാം ദൈവത്തെ ശുശ്രൂഷിക്കുകയാണ് തന്റെ വിശുദ്ധരോടുള്ള ബന്ധത്തിൽ. और ये सारे परमेश्वर की पवित्रता के संदर्भ में प्रभु की स्तुति करते रहते हैं. എബ്രായ ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യം പറയുന്നു, ദൂതന്മാരൊക്കെയും രക്ഷ പ്രാപിപ്പാനിരിക്കുന്നവരുടെ സേവകാത്മാക്കളാണ്. और इब्रानियों 1:14 के अंदर हम इस प्रकार से देखते हैं कि ये सब स्वर्गदूत सेवा टहल करने वाली आत्माएं हैं जो उद्धार पाने वालों के लिए सेवा करने को भेजी जाती है. ഞാൻ എന്നാൽ ഇന്ന് രാത്രിയിൽ ആ ദൂതന്മാരെ കുറിച്ചല്ല പ്രസംഗിക്കുന്നത്. ഈ ഭൂമിയിൽ അവന്റെ വിശുദ്ധന്മാരായി ദൈവത്തിന്റെ വചനം കേട്ട് അനുസരിക്കുന്നവരെ ദൈവത്തിന്റെ വീരന്മാരായി ദൂതന്മാരായാണ് വചനയോടെ ചിത്രീകരിക്കുന്നത്. लेकिन आज रात में उन स्वर्गदूतों के बारे में नहीं, लेकिन इस पृथ्वी पर जो वचन को मानते हैं, वचन पर चलते हैं, उनके बारे में जिन्हें परमेश्वर वीर के रूप में संबोधित करता है, उनके बारे में मैं बात कर रहा हूं. കാരണം ദൈവത്തിന്റെ വചനം വഹിക്കുന്ന ദൂതുവാഹികളാണ് നാം. परमेश्वर का वचन लेकर संदेश करने वाले दूत है मैं और आप. ഞങ്ങൾ മലയാളത്തിൽ പാടുന്ന ഒരു പഴയ പാട്ടുണ്ട്. അതിന്റെ സ്റ്റാൻസ് ഇങ്ങനെയാണ്: ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാകാതുള്ള രക്ഷ ദൂതറിയിച്ചിടാൻ ഭാഗ്യം ലഭിച്ചു ഞങ്ങൾക്ക്
എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്. और मलयालम में एक पुराना गीत है कि स्वर्गदूतों को जो सौभाग्य नहीं मिला, ऐसा संदेश, उद्धार का संदेश पहुंचाने का सौभाग्य मेरे और आपके जीवनों में मिला है. അപ്പോൾ ദൈവത്തിന്റെ ദൂതന്മാരെ വീരന്മാരായ ദൂതന്മാരായി ഒരു ഗണത്തെ ഇവിടെ ചിത്രീകരിക്കുന്നത് ദൈവവചനം കേവലം കേൾക്കുന്നവർ മാത്രമല്ല, കേട്ട് അനുസരിക്കുന്നവരെ वीरन्माराय दूतन्माराയിട്ടാണ് ചിത്രീകരിച്ചത്. और यहाँ पर एक वीर दूत के रूप में उन लोगों को चित्रित किया गया है जो परमेश्वर का वचन न केवल सुनते हैं लेकिन सुनकर उसे पूरा करते हैं. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 7:24 ഗിരിപ്രഭാഷണം യേശു കർത്താവ് അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയുകയുണ്ടായി. और इसलिए मत्ती रचित सुसमाचार 7वां अध्याय और उसका 24वां पद में जब पहाड़ी उपदेश को प्रभु यीशु मसीह समाप्त कर रहे थे तब इस प्रकार से कहा, ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ അടിസ്ഥാനമിട്ട് വീടുപണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകും. इसलिए जो कोई मेरी ये बातें सुनकर उन्हें मानता है वह उस बुद्धिमान मनुष्य के समान ठहरेगा जिसने अपना घर चट्टान पर बनाया. അപ്പോൾ ദൈവവചനം കേൾക്കുന്നവരുണ്ട്, അത് കേട്ട് മറക്കുന്നവരുണ്ട്, ദൈവവചനം അനുസരിക്കുന്നവരുണ്ട്. परमेश्वर का वचन सुनने वाले लोगों का एक समूह है, सुनकर भूलने वालों का दूसरा एक समूह है, लेकिन सुनकर जीवन में अपनाने वालों का एक अलग समूह है. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം ഇങ്ങനെ പറയുന്നു. याकूब उसका पहला अध्याय और उसका 22वां पद इस प्रकार से कहता है, എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായി ഇരിപ്പീൻ. याकूब 1:22, परंतु वचन पर चलने वाले बनो और केवल सुनने वाले ही नहीं जो अपने आप को धोखा देते हैं. അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ വഞ്ചിക്കാൻ കഴിയും. ദൈവവചനം കേൾക്കുക, ഒട്ടും അനുസരിക്കാതിരിക്കുക. और हम अपने आप को धोखा दे सकते हैं वचन को सुनकर, यदि हम उस पर नहीं चले तो. മറ്റുള്ള ഒരാൾ നമ്മെ വഞ്ചിക്കുന്നത് നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കാതിരിക്കുക. और यदि हम नहीं चाहते कि कोई हमें धोखा देवे तो यह जरूरी है कि हम अपने आप को भी धोखा न देवे. അപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, എന്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ വീഴാതെ ക്രിസ്തീയ ജീവിതം പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യനാണ്. और यीशु मसीह ने कहा कि जो मेरे वचन को सुनकर उस पर चलता है वह एक ऐसे भवन का निर्माण करेगा जो गिरेगा नहीं. ഈ സങ്കീർത്തനം 20-ാം വാക്യം 103:20 പറയുന്നത് ദൈവവചനത്തിന്റെ ശബ്ദം കേട്ടവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാർ. और भजन संहिता 103 उसका 20, हे यहोवा के दूतों तुम जो बड़े वीर हो और उसके वचन के मानने से उसको पूरा करते हो. ഇന്ന് ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന വചനത്തിന് ദൈവം പറയുന്ന പദമാണ് ആജ്ഞ, കൽപ്പന. അത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ സംഭവിക്കും. और परमेश्वर के मुख से जो बातें प्रभु ने कही है उन वचनों को आज्ञा या वो बातें जो हमारे जीवन में प्रभु ने कहा है इसलिए पूरा होगा, कल्पनाएं, चितौनियां, ऐसा हम समझ सकते हैं. കാരണം എന്താണ്? ദൈവം തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. അവന്റെ രാജ്യത്വമാണ് എല്ലാറ്റെയും ഭരിക്കുന്നതെന്ന് 103-ാം സങ്കീർത്തനം 103:19 പറയുന്നു. और 103 का 19 में हम देखते हैं कि यहोवा ने तो अपना सिंहासन स्वर्ग में स्थिर किया है और उसका राज्य पूरी सृष्टि पर है. കാരണം സകലത്തെയും ഭരിക്കുന്ന എന്നേക്കും വാഴുന്ന ഒറ്റ സിംഹാസനമേ ഉള്ളൂ, അത് യേശു കർത്താവിന്റെ സിംഹാസനമാണ്. और सदैव राज्य करने वाला, सब पर राज करने वाला एक ही सिंहासन है और वह है प्रभु यीशु मसीह का सिंहासन. ഇന്ത്യക്ക് അവൻ രാജാവാണ്. भारत का अब वह राजा है. രാജസ്ഥാൻ അവൻ രാജാവാണ്. राजस्थान का राजा भी वह है. അവൻ ഭൂലോകത്തിന് മുഴുവൻ രാജാവാണ്. और वह सारे सृष्टि का राजा है. അതാണ് അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്ന രാജ്യത്വമാണ്. और उसका राज्य सब बातों के ऊपर प्रभुता करने वाला राज्य है. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നാം ഏറ്റുപറയേണ്ട 3 കാര്യങ്ങളുണ്ട്. और इसलिए बीच बीच में 3 बातें हैं जिसका 3 अंगीकार है जो हमें दोहराना चाहिए. ഒന്നാമത്തെ കാര്യം, ജീസസ് ഈസ് ലോർഡ്, യേശു കർത്താവ്. पहला, यीशु ही प्रभु है. രണ്ടാമത്, ജീസസ് ഈസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തു. और दूसरा, यीशु ही मसीह है. മൂന്നാമത്തെ, ജീസസ് ഈസ് ദ സൺ ഓഫ് ഗോഡ്. और तीसरा, यीशु ही परमेश्वर का पुत्र है.
ഒരു പ്രതിസന്ധി വരുമ്പോൾ, രോഗം വരുമ്പോൾ, ഒരു പ്രതികൂലം നമ്മുടെ നേരെ വായ് പിളർക്കുമ്പോൾ, ഇപ്പൊ നമ്മൾ തീർന്നു പോകുമെന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കാനും ആരാധിക്കാനും വായിക്കാനും ധ്യാനിക്കാനും ഒന്നും നമുക്ക് പറ്റാതിരിക്കുമ്പോൾ വായ് തുറന്ന് പറയുക, എല്ലാറ്റിനെയും ഭരിക്കുന്ന രാജാവാണ് യേശു. ജീസസ് ഈസ് ദ ലോർഡ്. मेरे और आपके जीवन में जब हम चुनौतीपूर्ण माहौल में से होकर गुजरते हैं, विपरीत परिस्थितियों में से होकर जब हम निकल जाते हैं, जब मन उदास हो जाता है, जब मन व्याकुल हो जाता है, प्रार्थना करने का भी मन नहीं होता, ऐसे समयों में मुझे और आपको अंगीकार करना है, यीशु ही प्रभु है, यीशु ही राजा है. ഹല്ലേലൂയ. हालेलुया. തന്നെ ഏറ്റുപറയുന്ന ചിലരോടുള്ള ബന്ധത്തിൽ ചില ദീർഘനാളുകളായി അവരെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രോഗങ്ങളുടെ മേൽ രോഗമല്ല നീ ശരീരത്തിൽ വാഴാൻ പോകുന്നത്, യേശുവിന്റെ ആധിപത്യം വാഴാൻ പോകുക. यदि आप इस प्रकार से अंगीकार करोगे, प्रभु का आत्मा आपसे कहता है आपके शरीर पर बीमारी प्रभुता नहीं करेगी, लेकिन यीशु मसीह आपके जीवन पर प्रभुता करने पाए. ആമേൻ. COVID-19 അല്ല നമ്മെ വാഴുന്നത്, കൊറോണ വൈറസ് അല്ല നമ്മെ വാഴുന്നത്, യേശുവാണ് നമ്മെ വാഴുന്നത്. कोविड-19 हम पर प्रभुता नहीं कर रहा, कोरोना हम पर प्रभुता नहीं कर रहा, लेकिन यीशु मसीह हम पर प्रभुता कर रहा है. COVID-19 അല്ല നമ്മുടെ ഭാവി നിശ്ചയിക്കുന്നത്, ദൈവത്തിന്റെ വാഗ്ദത്തമാണ് നമ്മുടെ ഭാവി നിശ്ചയിക്കുന്നത്. कोविड-19 हमारा भविष्य निर्धारित नहीं कर रहा, लेकिन प्रभु की प्रतिज्ञाएं मेरा और आपका भविष्य निर्धारित करती है. വചനം പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും COVID-19 നന്മയ്ക്കായി കൂടിയാകുന്നു. और वचन हमें सिखाता है कि जो लोग प्रभु से प्रेम करते हैं और वचन पर आधारित जीवन को व्यतीत करते हैं, उनके लिए सारी बातें मिलकर यहां तक कि कोविड-19 भी भलाई ही को उत्पन्न करेगी. ഇന്ന് രാത്രിയിൽ ഈ യോഗത്തോടുള്ള ബന്ധത്തിൽ 4 മണ്ഡലങ്ങളിൽ, ശാരീരിക, മാനസിക, സാമ്പത്തിക, ആത്മമണ്ഡലങ്ങളിൽ 4 മണ്ഡലങ്ങളിൽ ആധിപത്യം മാറാൻ പോകുകയാണ്. आज इस सभा में प्रभु का आत्मा चाह रहा है हमारे जीवन के 4 क्षेत्रों में एक बड़ा बदलाव प्रभु का आत्मा चाहता है. हमारे आत्मिक क्षेत्र के अंदर, हमारे शारीरिक क्षेत्र के अंदर, आर्थिक क्षेत्र के अंदर और मानसिक क्षेत्र के अंदर एक बड़ा बदलाव पवित्र आत्मा आज की रात देना चाहता है. കാരണം ദൈവമക്കൾക്ക് തിന്മയില്ല, തിന്മയുണ്ടെന്ന് ആര് പറഞ്ഞാലും അതിനെ നന്മയാക്കി ദൈവം മാറ്റിമറിക്കും. क्योंकि प्रभु के लोगों के जीवन में बुराई नहीं है. मान लीजिए कोई कहता है ये बुराई है, तो भी मेरा परमेश्वर उस बुराई को भलाई में रूपांतरित करने वाला परमेश्वर है. കാരണം ദൈവത്തിന്റെ രാജ്യത്വമാണ് സകലത്തെയും ഭരിക്കുന്നത്. क्योंकि परमेश्वर का राज्य हर बातों के ऊपर प्रभुता करता है. അതുകൊണ്ട് ലോകം പറയുന്നത്, വാർത്തകളിൽ നിന്ന് നിങ്ങൾ കേൾക്കുന്നത്, ഭരണകർത്താക്കൾ പറയുന്നത്, മെഡിക്കൽ സയൻസ് പറയുന്നത് നിങ്ങൾ കേട്ടോ, അത് വിശ്വസിക്കരുത്. നിങ്ങൾ ദൈവവചനമേ വിശ്വസിക്കാവുള്ളൂ. और इसलिए अखबार क्या कह रहा है, मीडिया क्या कह रहा है, अन्य लोग क्या कह रहे हैं, आप सुन लो, लेकिन उसको विश्वास मत करो. केवल प्रभु का वचन जो कहता है उस पर ही आपको विश्वास करना है. കാരണം നമ്മുടെ ദൈവം അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്ന രാജ്യത്വമാണ്. क्योंकि हमारा परमेश्वर, उसका राज्य सब बातों पर प्रभुता करने वाला राज्य है. ആ ദൈവത്തിന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അനുസരിക്കുന്നവരെ ദൈവം വീരന്മാരായിട്ടാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. और उस वचन को मानकर चलने वालों को परमेश्वर वीर के रूप में संबोधित करता है. ഞാൻ ദൈവവചനം അനുസരിക്കുന്ന, കൽപ്പനകൾ അനുസരിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ച് 2 വചനങ്ങൾ ഇങ്ങനെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. और परमेश्वर के वचन पर जीवन व्यतीत करने वाले, उसकी आज्ञा को मानने वाले लोगों के संदर्भ में 2 पद भागों को मैं आज शाम रखना चाहूंगा. യോഹന്നാന്റെ സുവിശേഷം 14, 21, 23 വാക്യങ്ങൾ. ജോൺ ചാപ്റ്റർ 14 verses 21 and 23. और यूहन्ना रचित सुसमाचार उसका 14वां अध्याय और उसका 21 और 22वां पद. ഇങ്ങനെയാണ് വചനം പറയുന്നത്, എന്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവൻ ആകുന്നു. जिसके पास मेरी आज्ञाएं हैं और वह उन्हें मानता है, वही मुझसे प्रेम रखता है. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കുന്നു, ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. और जो मुझसे प्रेम रखता है उससे मेरा पिता प्रेम रखेगा और मैं उससे प्रेम रखूंगा और अपने आप को उस पर प्रकट करूंगा.
23-ാം വാക്യം പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ വന്ന് അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടി വാസം ചെയ്യും. 23वां पद, यदि कोई मुझसे प्रेम रखेगा तो वो मेरे वचन को मानेगा और मेरा पिता उससे प्रेम रखेगा और हम उसके पास आएंगे और उसके साथ वास करेंगे. ദൈവവചനം കേവലം കേൾക്കുന്ന വ്യക്തികളെ കുറിച്ച് മാത്രമല്ല വചനം പറയുന്നത്, അനുസരിക്കുന്നവരോടുള്ള ബന്ധത്തിൽ. और परमेश्वर का वचन केवल सुनने वालों के लिए नहीं, लेकिन जो उसका आज्ञा मानते हैं उनके बारे में यहां कहा गया है. 3 കാര്യങ്ങൾ. 3 बातें. ഒന്ന്, पहला, സ്നേഹിക്കുന്നവന് അപ്പന്റെ ദൈവത്തിന്റെ സ്നേഹം ധാരാളം കിട്ടും. और जो स्नेह करते हैं उन्हें पिता का प्रेम बहुतायत से प्राप्त होगा. 2, യേശു അവനെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. और दूसरा, यीशु उन्हें अपने आप को प्रकट करता ही रहेगा. 3, ദൈവവചനം പ്രമാണിക്കുന്നവന്റെ കൂടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എപ്പോഴും വന്ന് താമസിക്കും. और तीसरा, जो वचन पर आधारित जीवन शैली को बिताता है उसके साथ में पिता, पुत्र और पवित्र आत्मा सदैव वास करते हैं. ഇതാണ് യോഹന്നാൻ 14:21-23 പറയുന്നത്. और यूहन्ना 14 उसका 21 और 23 में ये बातें कही गई है. ഒന്ന്, അവനെ ഒത്തിരി സ്നേഹം കൊണ്ട് ദൈവം മൂടും. और वह पहला, वह बहुत प्रेम से उसे ढांप देगा. 2, യേശു തന്റെ മഹത്വം അവരിലൂടെ വെളിപ്പെടുത്തും. दूसरा, यीशु अपनी महिमा उन पर प्रकट करेगा. 3, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അവന്റെ കൂടെ വന്ന് താമസിക്കും. तीसरा, पिता, पुत्र और पवित्र आत्मा उसके साथ आकर वास करेगा. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാനാവിലെ കല്യാണ വീട്ടിൽ പിതാവിന്റെ മഹത്വം പിതാവ് ഒത്തിരി സ്നേഹിക്കുന്ന യേശുവിലൂടെ വെളിപ്പെടുത്തുകയുണ്ടായി. और यूहन्ना रचित सुसमाचार उसके दूसरे अध्याय में काना के उस विवाह के घर के अंदर हम देखते हैं कि पिता अपनी महिमा यीशु मसीह के द्वारा वहां प्रकट करता है. ദൈവവചനം അനുസരിക്കുന്ന, ദൈവവചനം കൽപ്പന അനുസരിക്കുന്ന ഒരു ദൈവവൈതലിന് പ്രശ്നങ്ങളില്ല എന്നല്ല പറയുന്നത്. परमेश्वर का वचन आज्ञा मानने वाले एक व्यक्ति के जीवन में समस्याएं नहीं है, ऐसा नहीं कहा गया है. കാനാവിലൊരു പ്രശ്നം ഉണ്ടായി, യേശു ഉള്ളിടത്തൊരു പ്രശ്നം ഉണ്ടായി. और काना में उस घर में जहां यीशु था वहां पर एक समस्या आई. പക്ഷേ ദൈവത്തിന്റെ മഹത്വം ആ വീട്ടിൽ വെളിപ്പെട്ടു. लेकिन परमेश्वर की महिमा उस घर में प्रकट हुई. ചില നിമിഷങ്ങൾ അവർ പകച്ചുപോയി. कुछ समय के लिए वे व्याकुल हो गए. ചില നിമിഷങ്ങൾ ഉത്തരമില്ലാതെ യേശുവിന്റെ അമ്മ മറിയും യേശുവിനോട് എന്ന് പറഞ്ഞു, വീഞ്ഞ് തീർന്നു പോയി. और हम देखते हैं कि यीशु की मां भी आकर यीशु से कहती है, दाखरस समाप्त हो गया. പിന്നെ ഈ പ്ലാറ്റ്ഫോമിൽ ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, കർത്താവ് നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ തന്നെ, പ്രാർത്ഥിക്കുന്നവരായിരിക്കുമ്പോൾ തന്നെ എന്തൊക്കെയോ തീർന്നു പോയി എന്ന ചിന്ത നിങ്ങളെ ഭരിക്കുന്നുണ്ടെങ്കിൽ ഭയപ്പെടരുത്, ഒരു മഹത്വം വെളിപ്പെടാൻ സമയം. आज रात मुझे सुनने वाले प्रियो, जब आप इस वचन को सुन रहे हैं, यदि आपको लग रहा है कि दाखरस के समान कुछ बातें मेरे जीवन में समाप्त हो गई या कुछ बातों की घटी से, कमी से मैं गुजर रहा हूं, तो आप भयभीत मत होना, आप व्याकुल मत होना. परमेश्वर की महिमा आपके जीवनों में प्रकट होने जा रही. ഇപ്പോൾ നാം പകച്ചു നിൽക്കുന്ന ഒരു സമയമാണ്. अभी हम स्तब्ध होकर खड़े हुए एक समय होगा. പരിശുദ്ധാത്മാവിൻ പ്രവചിച്ചു പറയുന്നു, ദൈവം നമ്മുടെ കൂടെ ഉള്ളതിനാൽ ദൈവത്തിനനുസരിക്കുന്നവരാകയാൽ നാം നിമിത്തം കാനാവിൽ വെളിപ്പെട്ടതുപോലെ ഒരു മഹത്വം നമ്മുടെ ദേശത്ത് വെളിപ്പെടാൻ പോവുകയാണ്. और पवित्र आत्मा में मैं होकर नबूवत करना चाहूंगा, यदि आप प्रभु के सम्मुख खड़े रहेंगे, प्रभु की आज्ञाओं पर चलेंगे, जैसे काना में उस घर में प्रभु की महिमा प्रकट हुई, वैसे एक महिमा मेरे और आपके द्वारा हमारे नगरों में, हमारे गांवों में प्रकट होने जा रहा है. हालेलुया. പിതാവ് യേശുവിനെ നന്നായി സ്നേഹിച്ചിരുന്നതുകൊണ്ട്, और पिता यीशु से प्रेम करने के कारण, പിതാവ് എപ്പോഴും യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട്, पिता सदैव यीशु के संग रहने के कारण, ആ കോൺഫിഡൻസ് എപ്പോഴും യേശുവിനെ ഭരിച്ചിരുന്നതുകൊണ്ട്, और वह हिम्मत, वह हियाव यीशु में हमेशा बने रहने के कारण, വചനം പറയുന്നു, वचन कहता है, പെട്ടെന്നൊരു മഹത്വം വെള്ളത്തിന്റെ അകത്ത് വെളിപ്പെട്ടു. तुरंत एक महिमा उस जल के अंदर प्रकट हुई. ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, നിങ്ങളുടെ ശരീരത്തിൽ, മാനസിക മണ്ഡലത്തിൽ കുടുങ്ങിക്കിടക്കുന്നിടത്ത്, വഴിയടഞ്ഞിടത്ത്, സാമ്പത്തികമായി ശൂന്യതയുള്ളിടത്ത് പെട്ടെന്ന് 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 ഒരു മഹത്വം ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണ്.
आज रात आत्मा में मैं नबूवत करना चाहूंगा, आपके व्यक्तिगत जीवन में, आपके पारिवारिक जीवन में, जिन जिन क्षेत्रों में आप उलझे हुए पड़े हैं, वहां पर तुरंत तुरंत कुछ महिमा की बातें प्रकट होने जा रही है। ഹല്ലേലൂയ, ഹല്ലേലൂയ. हालेलुया। ആമേൻ. കാരണം കനാവിലെ കല്യാണ വീട്ടിൽ നടന്ന വലിയ അത്ഭുതം സമയത്തിന് അതീതമായ അത്ഭുതമായി. क्योंकि काना में उस विवाह के घर में जो चमत्कार हुआ वह समय सीमा से परे हटकर हुआ एक चमत्कार था। കാരണം പണമുണ്ടെങ്കിലും എന്തൊക്കെ സ്വാധീനമുണ്ടെങ്കിലും അധികാരമുണ്ടെങ്കിലും കഴിവുണ്ടെങ്കിലും വീഞ്ഞ് ഉണ്ടാകണമെങ്കിൽ സമയം വേണം. സമയം കൊണ്ട് അത് കുറച്ച് സമയമെടുത്ത വീഞ്ഞുണ്ടാവും. क्योंकि आपके पास में भले ही धन हो, आपके पास में सामग्री हो, लेकिन यदि अंगूर से दाखरस बनना है तो उसमें समय लगता है और समय के साथ में ही वो दाखरस बन सकता है। ഇന്ന് രാത്രി ഈ പ്ലാറ്റ്ഫോമിൽ അങ്ങനെ ഒരു മഹത്വം, ഗ്ലോറി യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വെളിപ്പെടുകയാണ്. आज रात इस जूम प्लेटफॉर्म पर जुड़े हुए लोगों के ऊपर ऐसी एक महिमा यीशु मसीह के नाम में आज रात प्रकट होने पर അഹരോന്റെ വടി ഒറ്റ രാത്രി കൊണ്ട് തളർത്ത്, ഒറ്റ രാത്രി കൊണ്ട് പൂത്ത്, ഒറ്റ രാത്രി കൊണ്ട് ഫലമുണ്ടാക്കിയതുപോലെ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് ദൈവമഹത്വം പെട്ടെന്ന് വെളിപ്പെടുകയാണ്. और जिस प्रकार से हारून की वो छड़ी एक ही रात में न केवल उसके ऊपर फल फूल उगे, न केवल उसके ऊपर फल और पत्ते आ गए, ठीक इसी प्रकार से पवित्र आत्मा कुछ बातों में अचानक एक बदलाव मेरे और आपके जीवनों में लाना चाहता है। ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നവരെ പിതാവാം ദൈവം സ്നേഹിക്കുന്നു. അവന് ദൈവമഹത്വം വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. അവരുടെ കൂടെ അങ്ങനെയുള്ളവരോട് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഒന്ന് വാസം ചെയ്യും. और जो पिता से प्रेम करते उसकी आज्ञाओं पर चलते हैं, उनसे वह प्रेम करता है, उन पर वह अपनी महिमा को प्रकट करता है और पिता पुत्र पवित्र आत्मा उसके साथ में निवास करता है। നാം പഠിച്ചു വരുന്നത് ദൈവ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞയനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതുവാഹികളായുള്ളവരെ ഇന്ന് രാത്രി ദൈവത്തെ വാഴ്ത്തുവീൻ. और हम उन बात को सीख रहे हैं, यहोवा की आज्ञा को मानने वाले, यहोवा के वचन पर चलने वाले पराक्रमी वीरों, और तुम दूत हो और प्रभु कहता है कि तुम धन्य हो, उसकी महिमा करो। ഹല്ലേലൂയ. हालेलुया। അങ്ങനെ ദൈവത്തിന്റെ വീരനായി നിന്ന ഒത്തിരി വിശുദ്ധന്മാരുടെ ചരിത്രമാണ് വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത്. और इस प्रकार के कई वीरों की कहानी है, घटनाएं हैं बाइबल के अंदर। ആമേൻ. അത് ഒരു വീരനെ പരിചയപ്പെടുത്തി ഞാൻ ഈ മെസ്സേജ് കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. और उसमें से एक वीर का परिचय आपके सम्मुख रखकर मेरे संदेश को मैं समाप्त करना चाहूंगा। അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 27-ാം അധ്യായത്തിൽ നിന്നാണ്. प्रेरितों के कार्य उसका 27वां अध्याय। അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആദ്രിയ കടൽ, അതിലൊരു അലക്സാണ്ട്രിയ കപ്പൽ, ആ കപ്പലിൽ 276 പേര് യാത്ര ചെയ്യും. और हम वहां पर देखते हैं अद्रमुत्तियम के एक जहाज के अंदर, तूफानी माहौल के अंदर एक जहाज के अंदर लोग सफर कर रहे हैं। ആമേൻ. ഞാൻ ആവർത്തിക്കുന്നു, ആദ്രിയ കടൽ, അതിലൊരു അലക്സാണ്ട്രിയ കപ്പൽ, കപ്പലിൽ 276 യാത്രക്കാർ. और अद्रमुत्तियम के जहाज के अंदर सिकंदर नाम के उस जहाज के अंदर 276 यात्री लोग सफर कर रहे हैं। ആ കപ്പലിനോടുള്ള ബന്ധത്തിൽ മന്ന് മാരുതനിൽ ആരംഭിച്ച് ഈശാനുമൂലിൽ നിന്ന് കൊടുങ്കാറ്റടിച്ച വലിയൊരു പ്രതിസന്ധി ഈ യാത്രക്കാർ നേരിടുകയുണ്ടായി. और हम देखते हैं कि उस सफर के अंदर एक बड़ी आंधी जो यूरोक्लिन कहलाती है वह उठी और जिसका सामना ये नहीं कर पाया। ആ കപ്പലിൽ 276 യാത്രക്കാരെ 3 ഗ്രൂപ്പുകളായിട്ട് ഞാൻ വേർതിരിക്കുകയാണ്. और उस जहाज के 276 लोगों को 3 समूहों में मैं विभाजित करना चाहूंगा। ഒന്നാമത്തെ ഗ്രൂപ്പ് കപ്പൽക്കാർ. पहला जहाज के स्वामी लोग, അതിന്റെ അകത്ത് കപ്പലുടമയുണ്ട്, കപ്പിത്താനുണ്ട്, ജോലിക്കാരുണ്ട്. കപ്പൽക്കാർ उसमें जहाज का मालिक होगा, जहाज का कप्तान होगा और अन्य कर्मी लोग होंगे। രണ്ടാമത്തെ ഗ്രൂപ്പാണ് ശതാധിപനും പടയാളികളും. दूसरा समूह है वह सूबेदार और उसके साथी लोग। മൂന്നാമത്തെ ഗ്രൂപ്പ് ഉണ്ട്, അതിലെ ഒരു ഗ്രൂപ്പ് അത് തടവുകാരാണ്. और तीसरा जो बंदी लोग उनका समूह। കപ്പൽക്കാര്, ശതാധിപനും പടയാളികളും, തടവുകാർ, ഇങ്ങനെ 276 പേരായി
ആ കപ്പലിലുണ്ട്. और ये 276 लोग 3 समूहों में, पहला जहाज का स्वामी और उसके नाविक लोग, और दूसरा सूबेदार और उसके साथी लोग, और तीसरा जो लोग बंदी थे. ഒന്നും കൂടെ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഈ യാത്രക്കാരിൽ പണമുള്ളവരുണ്ട്, കഴിവുള്ളവരുണ്ട്, അധികാരമുള്ളവരുണ്ട്, നിസ്സഹായരായ ഒരു ഗ്രൂപ്പുണ്ട്. और उसे समझने के लिए इस जहाज के अंदर अधिकार पाए हुए लोग हैं, धनी लोग हैं, अधीनता में रहने वाले लोग हैं, और निस्सहाय लोग भी हैं. നാം ഒരു യാത്രയിലാണ്. हम भी एक यात्रा में हैं. നമ്മുടെ കൂടെയും കുറെ സഹയാത്രികൾ, हमारे भी संग कुछ सहयात्री लोग हैं. ലോകമാകുന്ന സാഗരത്തിൽ നമ്മുടെ ജീവിത നൗക നാം ഇങ്ങനെ തുഴഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. संसार रूपी भव सागर में हमारी जीवन रूपी नौका को हम आगे बढ़ा रहे हैं. നമ്മുടെ ചുറ്റും പണമുള്ളവരുണ്ട്, हमारे आसपास धन वाले लोग हैं, നമ്മുടെ ചുറ്റും അധികാരമുള്ളവരുണ്ട്, हमारे आसपास अधिकार पाए हुए लोग हैं, നമ്മുടെ ചുറ്റും കഴിവുള്ളവരുണ്ട്, हमारे आसपास में सामर्थ्य वाले लोग हैं, കുറെ നിസ്സഹായരായ ആളുകൾ നമ്മുടെ ചുറ്റിലും നാം കാണുന്നു. और आसपास कुछ निस्सहाय बेबस लोग भी हैं. ഈ കപ്പൽ യാത്ര വലിയൊരു പ്രതിസന്ധിയിൽ ആയിരിക്കുമ്പോൾ और ये जहाज की यात्रा एक बड़ी आंधी तूफान में जब आ चुकी है, तब പണമുള്ളവരും കഴിവുള്ളവരും അധികാരമുള്ളവരും നിസ്സഹായരായവരൊക്കെ പകച്ചു നിൽക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് ആജ്ഞ അനുസരിക്കുന്ന വീരനായ പൗലോസിനെ ദൈവം കയ്യിൽ ഉപയോഗിക്കാൻ. और हम देखते हैं कि धनवान लोग, अधिकारी लोग और अन्य संपन्न लोग जब निस्सहाय होकर खड़े हैं, ऐसे समयों में प्रभु की आवाज को मानने वाला, आज्ञा का पालन करने वाला पौलुस प्रभु की आवाज बनकर वहां पर उठ खड़ा होता है. നാമും ഇതുപോലെ ഒരു വല്ലാത്ത അന്തരീക്ഷത്തിൽ ഇപ്പോഴായിരിക്കുന്നത്. मैं और आप भी ऐसे ही एक विकट परिस्थिति से होकर गुजर रहे हैं. പണമുള്ളവരും കഴിവുള്ളവരും അധികാരമുള്ളവരും പകച്ചു നിൽക്കുകയാണ്. आज धनवान लोग, अधिकारी लोग, बड़े ही प्रमुख लोग बेबस होकर, निस्सहाय होकर खड़े हैं. എന്നാൽ ഈ തടവുകാരുടെ കൂട്ടത്തിൽ ഒരു മനുഷ്യനുണ്ട്. അവന്റെ പേരാണ് പൗലോസ്. അവനുള്ള പ്രത്യേകത, അവൻ ദൈവത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരനായി. और इन बंदियों के बीच में एक व्यक्ति है जिसका नाम है पौलुस, और उसकी विशेषता यह है वो परमेश्वर के वचन को सुनकर उसको मानने वाला एक वीर व्यक्ति था. वह ഞാൻ ഇന്ന് രാത്രി ഈ സന്ദേശം കൈമാറുമ്പോൾ आज रात जब इस संदेश को मैं आपके हाथों में देता हूं, ഇത് ശ്രവിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ച് ദൈവം നിങ്ങളെ കയ്യിലെടുക്കാൻ പോവുകയാണ്. और सुनने वालों को मैं कहना चाहूंगा, प्रभु का आत्मा आपको अपने हाथों में लेना चाहता है. നിങ്ങളുടെ ചുറ്റും പണമുള്ളവരും കഴിവുള്ളവരും അധികാരമുള്ളവരും നിസ്സഹായരും പകച്ചു നിൽക്കുമ്പോൾ നമ്മുടെ കയ്യിൽ പിടിപ്പിക്കുന്ന ഒരു സന്ദേശം ദൈവം ഇന്ന് രാത്രി കൈമാറാൻ പോകും. हमारे आसपास में धनवान लोग, संपन्न लोग, पढ़े लिखे लोग जब बेबस होकर, असहाय होकर खड़े हैं, ऐसे समयों में परमेश्वर का आत्मा एक ऐसे संदेश को मेरे और आपके हाथों में देना चाहता है, जिसके द्वारा हम निडरता के साथ में प्रभु की आवाज बनकर हमारे क्षेत्रों में हम खड़े रह सके. ഹല്ലേലൂയ. ഹല്ലേലൂയ. പകച്ചു നിൽക്കാം, കഴിവുള്ളവർ പകച്ചു നിൽക്കാം, അധികാരമുള്ളവർ പകച്ചു നിൽക്കാം. എന്നാൽ ഇതൊന്നും നമുക്കില്ലെങ്കിലും ദൈവമായൊരു ബന്ധമുണ്ടെങ്കിൽ ദൈവം നമ്മെ ഒരു അത്ഭുതത്തിനായി ഉപയോഗിക്കാനായി. प्रियो, धनवान लोग निस्सहाय हो सकते हैं, संपन्न लोग असहाय हो सकते हैं, अन्य बड़े बड़े प्रसिद्ध लोग बेबस होकर खड़े हो जाएंगे, लेकिन ऐसी परिस्थितियों में मैं और आप जिनके पास में प्रभु का वचन है, प्रभु की आज्ञा का पालन हम करते हैं, हम बेबस नहीं है, हम असहाय नहीं है. सामर्थ के साथ में मुझे और आपको इन दिनों में खड़े रहना है. ഹല്ലേലൂയ. हालेलुया. ഈ കപ്പലിൽ യാത്ര ആരംഭിക്കുമ്പോൾ और इस जहाज में जब इन्होंने यात्रा आरंभ किया, ദൈവവുമായി ബന്ധമുള്ള ദൈവ ശബ്ദം കേൾക്കുന്ന പൗലോസ് പറഞ്ഞിരുന്നു, ഈ യാത്ര അപകടമാണ്, ഈ യാത്ര വേണ്ട, ഇപ്പൊ വേണ്ട. और यात्रा की शुरुआत में ही प्रभु की आवाज को सुनने वाले पौलुस ने कहा था, यह यात्रा दुखद हो सकती है, तूफान आ सकता है. അവന്റെ വാക്ക് ആരും ശ്രദ്ധിച്ചില്ല, ആരും അനുസരിച്ചില്ല. लेकिन जब उसने कहा कि यात्रा में जोखिम हो सकता है, किसी ने उसकी बात को नहीं सुना, किसी ने उसकी आज्ञा को नहीं माना. രാജസ്ഥാനിലെ ചില ഗ്രാമങ്ങളിലേക്ക്, നോർത്ത് ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലേക്ക് ഇന്ന് രാത്രി ദൈവത്തിന്റെ ഒരു കാറ്റ് വീശുന്നു. ഞാൻ എന്റെ ശരീരത്തിൽ അത് അനുഭവിക്കുന്നു. राजस्थान के कुछ गांवों में, उत्तर भारत के कुछ शहरों में पवित्र आत्मा की हवा आज रात बह रही है, मैं उसे महसूस कर पाता हूं.
നിങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു പറഞ്ഞ പല സന്ദേശങ്ങളെയും അവഹേളിച്ച കൂട്ടത്തിന്റെ നടുവിൽ, ഗ്രാമത്തിൽ, പട്ടണത്തിൽ നിങ്ങളെ ദൈവം ഒരു അടയാളമാക്കി എഴുന്നേൽപ്പിക്കുന്ന സമയമായിരിക്കും. आपने प्रभु की आवाज को सुना और कई गांवों में कई लोगों के सामने आपने बोला, लेकिन लोगों ने आपकी अवहेलना की, लोगों ने उसे स्वीकारा नहीं। लेकिन पवित्र आत्मा इस मौसम में आपको प्रभु की आवाज बनाकर उन्हीं लोगों के मध्य में, उन्हीं समूहों के मध्य में पवित्र आत्मा आपको खड़ा करने जा रहा है। ദൈവത്തിൽ നിന്ന് പ്രാപിച്ച നിങ്ങൾ പറഞ്ഞ പല മുന്നറിയിപ്പുകളും അവഗണിച്ചവരുടെ നടുവിൽ നിങ്ങളുടെ ദൈവം ജീവനുള്ള ദൈവമെന്ന് വെളിപ്പെടുത്തുന്ന ഒരു സീസൺ ആരംഭിച്ചിരിക്കുകയാണ്. और परमेश्वर से आपने बातों को पाया, आपने लोगों को बोला, लेकिन लोगों ने आपकी अवहेलना की। लेकिन एक ऐसे मौसम में मैंने और आपने प्रवेश किया है जहां पर हम प्रभु की आवाज बनकर इन दिनों में वक्त प्रभु के प्रवक्ता बनकर हम खड़े होने जा रहे हैं। നാം അതുകൊണ്ട് ഇന്ന് രാത്രി മുതൽ പ്രാർത്ഥിക്കേണ്ടത്, आज रात से जो हमें प्रार्थना करना है, ഇനി ഒരു ഉണർവ് അയക്കണമേ, എന്നെ മാനിക്കണമേ എന്നല്ല, മാനിച്ചതിനാൽ സ്തോത്രം, ഉണർവ് അയച്ചതിനാൽ സ്തോത്രം. प्रभु अब तू एक जागृति को भेजना, अब तू मेरा आदर मान करना, ऐसा नहीं। लेकिन प्रभु तूने जागृति भेज दी, उसके लिए धन्यवाद। तूने मेरा आदर मान कर दिया, उसके लिए धन्यवाद। ऐसा कहकर प्रभु को धन्यवाद देना आरंभ करना है। സ്ക്രീനു മുമ്പ് ചിലരോട് ആത്മാവ് ഇങ്ങനെ പ്രവചിച്ചു പറയുന്നു. पवित्र आत्मा कुछ लोगों से नबूवत रूप में कहता है, 7-ാം മാസം 11-ാം തീയതി അരാരാത്ത് പർവ്വതത്തിന്റെ മുകളിൽ പെട്ടകം ഉറച്ചതാണ്. 7वें महीने 11वें दिन अरारात नामक पहाड़ के ऊपर जहाज टिक गया। പക്ഷെ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് നോഹയും കൂട്ടരും ഇത് ഉറച്ച വീട് അറിഞ്ഞത്. लेकिन 1 साल बाद नूह और उसके परिवार को मालूम पड़ा कि यह पहाड़ पर टिक गया है। അതുപോലെ ദൈവാത്മാവ് പറയുന്നു, നിങ്ങളുടെ വാഗ്ദത്തങ്ങൾ നടന്നു കഴിഞ്ഞു, ദേശത്തുണർവ് ആരംഭിച്ചു കഴിഞ്ഞു, നിങ്ങളുടെ മേലൊരു മാന്യതയുടെ അഭിഷേകം വ്യാപരിച്ചു കഴിഞ്ഞു, അത് തിരിച്ചറിയുന്ന സമയങ്ങളെ വരുന്നത് സംഭവിച്ചു കഴിഞ്ഞു. और ठीक इसी प्रकार से प्रभु का आत्मा कहता है, एक जागृति आरंभ हो चुकी है, परमेश्वर का एक बड़ा कार्य इन दिनों में आरंभ हो चुका है। और आज आपको समझ में नहीं आ रहा, लेकिन आप धन्यवाद देना आरंभ कीजिए, प्रभु ने अपने कार्य को आरंभ कर दिया। ദീർഘനാളുകൾ അലഞ്ഞു നടന്ന പെട്ടകം ഉറച്ചതുപോലെ ഇന്ന് രാത്രി അലച്ചിലുകളെ, ഉലയ്ക്കുന്ന മണ്ഡലങ്ങളെ ശാസിച്ച് ഈ രാത്രി ആത്മാവ് പറയുന്നു, നിന്നെ ദൈവം ഉറപ്പിച്ചു കഴിഞ്ഞു. और सालों से तू हिचकोले खा रहा हो, तू हवा में इधर उधर बह रहा हो, लेकिन प्रभु का आत्मा कहता है कि मैं तुझे स्थिर कर रहा हूं। मैंने तेरे अंदर एक स्थिरता को लाकर तुझे स्थिरता के साथ में मैं स्थापित करने जा रहा हूं। ഇനി നിന്ദിക്കപ്പെടാൻ, ഇനി കരയാൻ, ഇനി അലയാൻ, ഇനി ഉഴന്നു നടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. 7-ാം മാസം 11-ാം തീയതി പെട്ടകം ഉറച്ചതുപോലെ ദൈവം നമ്മുടെ വാഗ്ദത്തങ്ങളെ ഉറപ്പിച്ചു കഴിഞ്ഞു. യേശുവിന്റെ നാമത്തിൽ സംഭവിച്ചിരിക്കുകയാണ്. प्रियो, अब वो आपको इधर उधर नाम धराई होने का अवसर नहीं देगा, अब वो उलझने नहीं देगा। जिस प्रकार से 7वें महीने के 11वें दिन जहाज अरारात पहाड़ पर जा टिका, वैसे प्रभु का आत्मा इन दिनों में आपको स्थिर कर चुका है। ऐसा मुझे और आपको विश्वास करना है। ഹല്ലേലൂയ. हालेलुया। ദൈവവചനത്തിന്റെ ശബ്ദം കേട്ട് ആജ്ഞയനുസരിക്കുന്ന വീരനാണോ നാം? നമ്മെ ഇത് परमेश्वर के वचन को सुनकर उसकी आज्ञा को मानने वाले वीर है क्या मैं और आप? മാരുതൽ ആരംഭിച്ച് ഈശാനുമൂലൻ ഈ കപ്പലിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ, और जब यह आंधी इस जहाज के खिलाफ जब आती है, 14 ദിവസം സൂര്യനെ കാണാതെ ആഹാരം കഴിക്കാതെ എല്ലാവരും ഭയങ്കര നിരാശയിലായി. और 14 दिन तक सूर्य को न देखकर अंधकार में रहते हुए ये लोग सब निराशा में चले गए। 14 ദിവസങ്ങൾക്ക് ശേഷം നിരാശരായി. വചനം പറയുന്നു, ജീവനിലുള്ള ആശ നഷ്ടപ്പെട്ടു പോയ 275 പേരുടെ നടുവിൽ പൗലോസ് ധൈര്യമായി എഴുന്നേറ്റ് നിന്നു. और हम देखते हैं, वचन हमें सिखाता है, इन लोगों की आशा समाप्त हो गई। इतना उनको हुआ कि उनके बचने की आशा जाती रही। ऐसे 275 लोगों के बीच में एक अकेला पौलुस उठ खड़ा होता है। 27-ന്റെ 23-ൽ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, और 27 के 23 में पौलुस इस प्रकार से कहता है, എന്റെ ഉടയവനും ഞാൻ സേവിച്ചു നിൽക്കുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ വന്നു. क्योंकि परमेश्वर जिसका मैं हूं और जिसकी सेवा करता हूं, उसके स्वर्गदूत ने आज रात मेरे पास आकर कहा। 3 കാര്യങ്ങൾ എന്നോട് വന്ന് പറഞ്ഞു. 3 बातें मेरे पास आकर कहा। ഒന്ന്, ഭയപ്പെടരുത്.
पहला, तू मत डर। രണ്ട്, നീ റോമയിൽ കൈസറുടെ മുമ്പിൽ പോയി നിൽക്കും. दूसरा, तुझे कैसर के सामने खड़ा होना अवश्य है। മൂന്ന്, നിന്റെ കൂടെ യാത്ര ചെയ്യുന്നവരെ ഞാൻ നിന്റെ കൈക്ക് നിനക്ക് ദാനം ചെയ്തിരിക്കുകയാണ്. तीसरा, देख परमेश्वर ने सबको जो तेरे साथ यात्रा करते हैं तुझे दिया है। ഈ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് സന്ദേശം കൈമാറുന്നു. ഒന്ന്, ഭയപ്പെടരുത്. രണ്ട്, നിന്റെ ഡെസ്റ്റിനേഷനിൽ നീ എത്തും. മൂന്ന്, നമ്മുടെ കൂടെയുള്ളവരെ ഒരാളെ പോലും നഷ്ടപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. നമ്മുടെ കയ്യിൽ ദൈവം അവരെ ദാനം ചെയ്തിരിക്കുക. आज रात पवित्र आत्मा ये संदेश आप तक पहुंचाता है। पहली बात, आपको भयभीत होने की जरूरत नहीं है। दूसरा, आपकी जो मंजिल प्रभु ने नियुक्त की है उस मंजिल पर आप पहुंच कर ही रहेंगे। तीसरा, आपके साथ में जो लोग हैं उनमें से किसी का नुकसान नहीं होगा। ऐसा पवित्र आत्मा आज रात को संदेश पहुंचा रहा है। ഹല്ലേലൂയ. हालेलुया। വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി 3 ആമേൻ പറയണം. ഈ 3 സന്ദേശങ്ങളും നമ്മെ സംബന്ധിച്ച് ഇന്ന് രാത്രിയിൽ സ്ഥാപിതമാകാൻ പോവുകയാണ്. और विश्वास करने वाले 3 बार जोर से आमीन बोले। ये तीनों बातें मेरे और आपके जीवन में विश्वास के द्वारा पूरी होने पाए। ഒന്ന്, ഭയപ്പെടരുത്. पहला, भयभीत मत होना। രണ്ട്, നിന്റെ ഡെസ്റ്റിനേഷനിൽ നീ എത്തിയിരിക്കും. വാഗ്ദത്തം നടക്കും. ദൈവം പറഞ്ഞത് സംഭവിക്കും. സഭയിൽ ഉണർവുണ്ടാകും. നമ്മുടെ സഭ വളരും. നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ബിസിനസ് തകരത്തില്ല. നീ നിന്ദിക്കപ്പെടുവാൻ ദൈവം സമ്മതിക്കത്തില്ല. दूसरा, तू तेरी मंजिल पर पहुंचेगा। तेरी कलीसिया में तू एक जागृति को देखेगा। प्रभु ने जो वायदे तेरे जीवन में कहे हैं उन वायदों को तू पूरा होते हुए देखेगा। तेरे बच्चों के भविष्य के संबंध में सारे वायदे पूरे होंगे। तू उन बातों को देख कर ही रहेगा। COVID-19 ലോകത്തെ ബാധിക്കും. ദൈവമക്കളെ ബാധിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഭയം മാറിപ്പോട്ടെ. और कोविड-19 लोगों को, संसार को शायद प्रभावित करे, लेकिन प्रभु के लोगों को वो प्रभावित न करने पाए। यीशु मसीह के नाम में सारा भय जाने पाए। ഭയപ്പെടരുത്. भयभीत मत होना। യെശയ്യാവ് 41:10 പറയുന്നു, यशायाह 41:10 कहता है, ഭയപ്പെടരുത്, ഞാൻ നിന്നോടുകൂടെയുണ്ട്. तू भयभीत मत होना, मैं तेरे संग हूं। ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. तू भ्रमित न हो, चकित न हो, मैं तेरा परमेश्वर हूं। ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ ശക്തീകരിക്കും. भयभीत मत हो, मैं तुझे सामर्थ्य दूंगा। ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. तू भयभीत मत होना, मैं तेरी सहायता करूंगा। ഭയപ്പെടേണ്ട, എന്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. तू भयभीत मत होना, मेरे धर्म भरे दाहिने हाथ से मैं तेरी सहायता करूंगा, मैं तुझे संभाले रहूंगा। മത്തായിയുടെ സുവിശേഷം പ്രാരംഭത്തിൽ തന്നെ ആമേൻ മറിയയോട് ദൈവത്തിന്റെ ദൂതൻ ഗബ്രിയേൽ വന്ന് പറഞ്ഞു, ദൈവം നമ്മോടുകൂടെ എന്നും എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും. और मत्ती रचित सुसमाचार के आरंभिक पद में ही हम देखते हैं, स्वर्गदूत मरियम के पास में आकर कहता है, परमेश्वर हमारे संग है, वह इम्मानुएल तेरे द्वारा प्रकट होने जा रहा है। യേശുവിൽ എന്താ പറയുന്നത്? ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. യേശുവിന്റെ പേര് തന്നെ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കും. और देखिए, इम्मानुएल का अर्थ क्या है? भयभीत होने की जरूरत नहीं है, परमेश्वर तेरे संग है। यीशु का नाम का अर्थ यह है कि परमेश्वर हमारे संग है। ചെറിയ തൊണ്ടവേദന വരുമ്പോ, പനി വരുന്നത് പോലെ തോന്നുമ്പോ, ലക്ഷണങ്ങളൊക്കെ കാണുമ്പോ കോവിഡ് കൂടെ ഉണ്ടെന്നല്ല വിശ്വസിക്കേണ്ടത്. യേശു എന്റെ കൂടെയുണ്ട്. ഇമ്മാനുവേൽ. आपके गले में शायद आपको खराश जैसा लगेगा, शरीर में दर्द जैसा लगेगा, हो सकता है थोड़ा खांसी वगैरह हो सकता है थोड़ा बुखार हो। उस समय ये नहीं सोचना कि कोविड मेरे जीवन में आ गया है, लेकिन ऐसे समयों में आपको घोषणा करना है, अंगीकार करना है, यीशु मेरे संग है। ആകാശം മാറും, ഭൂമി മാറിപ്പോവും, പർവ്വതം മാറും, ദൈവത്തിന്റെ വചനം ഒരിക്കലും മാറത്തില്ല. आकाश हट जाएगा, पहाड़ हट जाएंगे, पहाड़ियां हट जाएगी, लेकिन परमेश्वर का वचन कभी भी नहीं टलेगा। എന്താ യെശയ്യാവ് പറയുന്നത്? ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. और यशायाह कहते, प्रभु कहता है, तू भयभीत मत हो, मैं तेरे संग हूं। അതായത് മറിയയോട് ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞത്, ദൈവം നിന്നോട് കൂടെ എന്നർത്ഥമുള്ള, എന്നും നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും.
और इसीलिए स्वर्गदूत मरियम से कहता है इम्मानुएल अर्थात अर्थ है परमेश्वर तेरे संग है, ऐसा उसका नाम रखा जाएगा कि हमेशा वह मनुष्यों के संग रहे। മത്തായിയുടെ സുവിശേഷം അവസാനിക്കുമ്പോൾ 28-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ യേശു നേരിട്ട് പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട്. और मत्ती 28 के आखिरी भाग में यीशु ने कहा, देखो मैं जगत के अंत तक सदैव तुम्हारे संग हूं. പൗലോസ് പറഞ്ഞു, ഭയപ്പെടരുത്, നാം നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തും. 3, ദൈവം എന്നോട് പറഞ്ഞു, നിന്നെ മാത്രമല്ല നിന്റെ കൂടെയുള്ള മുഴുവൻ പേരെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുകയാണ്. और पौलुस को प्रभु का आत्मा 3 बातें कहता है, पौलुस तुझे डरने की जरूरत नहीं, तेरी मंजिल पर तू पहुंच कर रहेगा. और तीसरा, तेरे साथ जितने लोग यात्रा कर रहे हैं उन सबको मैंने तेरे हाथों में दे दिया है. എന്താ 103-ാം സങ്കീർത്തനം 20-ാം വാക്യം നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ദൈവത്തിന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന ഒരു വീരനുണ്ടെങ്കിൽ ദേശം, പട്ടണം, ഗ്രാമം മുഴുവൻ രക്ഷപ്പെടും. भजन 103:20 में हमने क्या देखा? परमेश्वर की आज्ञाओं को मानने वाला, उन आज्ञाओं पर चलने वाला एक पराक्रमी व्यक्ति होगा. उस अकेले एक व्यक्ति के कारण एक गांव, एक राज्य पूरा प्रभु के प्रेम को पहचान जाएगा. ഇന്ന് രാത്രി സൂം പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ പ്രസംഗിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. आज रात आप हमारी बात को, हमारे वचन को आप सुन रहे हैं, അത് നല്ല കാര്യമാണ്. वो अच्छी बात है. ആമേൻ. യൂട്യൂബിലാണെങ്കിലും വിവിധ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ധാരാളം പ്രസംഗം കേൾക്കാൻ ഇപ്പോൾ നമുക്ക് ചാൻസസ് ഉണ്ട്. और इन दिनों में यूट्यूब में, फेसबुक में, सोशल मीडिया में बहुत सारे संदेशों को हम सुन पा रहे हैं. നല്ല നല്ല കാര്യങ്ങളാണത്. अच्छी अच्छी बातें हैं. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, പൗലോസ് കേട്ടതുപോലെ നമുക്ക് പറയാൻ കഴിയുമോ? ഈ രാത്രിയിൽ ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ, ഇന്നലെ ഞാൻ ദൈവസ്ഥനിൽ ഇരുന്നപ്പോൾ നിങ്ങളെ കുറിച്ച്, ഈ ദേശത്തെ കുറിച്ച് എന്നോട് എന്റെ ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. लेकिन क्या पौलुस के समान हियाव के साथ में मैं और आप कह पाएंगे, रात को जब मैं प्रार्थना कर रहा था, परमेश्वर का दूत मेरे सामने प्रकट हुआ और मुझे एक संदेश दिया, अन्य व्यक्तियों के लिए, गांव के लिए, इस परिस्थिति के लिए मेरे पास प्रभु से पाया हुआ एक व्यक्तिगत संदेश है. क्या आज रात को मैं और आप कह पाएंगे? നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ ചിലരോട് ദൈവം സംസാരിക്കും. यदि आप विश्वास करोगे तो आज रात प्रभु का आत्मा कुछ लोगों से बातचीत करेगा. ആ ശബ്ദം നിങ്ങൾക്ക് വിശ്വസിക്കാം. उस आवाज पर आप विश्वास कीजिए ആ ശബ്ദം നിങ്ങൾക്ക് മറ്റുള്ളവരോട് പോയി പറയാം. और वह आवाज अन्य लोगों को आप जाकर बोलिए. പൗലോസ് ദൈവസന്നിധിയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ദൈവവചനം, ദൈവശബ്ദം കേൾക്കുന്നവനായിരുന്നു. और पौलुस प्रभु की हुजूरी में प्रभु की आवाज को सुनने वाला व्यक्तित्व था. അപ്പോസ്തല പ്രവൃത്തി 19-21, प्रेरितों के कार्य 19 उसका 21, 23-ാം അധ്യായം 11-ാം വാക്യം 23 का 11. അവിടെ പറയുന്നു, രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ വന്ന് നിന്ന് ധൈര്യമായിരിക്കാം, എന്നെ കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും നീ സാക്ഷീകരിക്കുമെന്ന് പറഞ്ഞു. और पौलुस के पास में रात को प्रभु का दूत उतर आता है और पौलुस से कहता है कि तू हिम्मत बांध, जिस प्रकार से यरूशलेम में वैसा रोम में भी तू मेरे निमित्त गवाही को देगा. അപ്പോസ്തല പ്രവൃത്തി 19-21 പറയുന്നു, മക്കോദോനിയയിലും അഹായിലും യെരൂശലേമിലും പോകണമെന്ന് ഞാൻ മനസ്സിൽ നിശ്ചയിച്ചു, റോമയും കാണണമെന്ന് പൗലോസ് നാവുകൊണ്ട് പറഞ്ഞു. और 19 के 21 में वहां जाने के बाद मुझे रोम को भी देखना अवश्य है, ऐसा पौलुस मुंह से अंगीकार करता है. അപ്പോൾ പൗലോസിന് മനസ്സിലെപ്പോഴും ഒരു നിർണയം ഉണ്ട്. पौलुस के मन में हमेशा एक निर्णय है. വാഗൊണ്ട് അവൻ ചില കാര്യം എപ്പോഴും പറയും. और वह मुंह से उन बातों को अंगीकार भी करता है. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ല അവൻ പറയുന്നത്, ദൈവം പറഞ്ഞ കാര്യങ്ങൾ അവൻ പറയും. नकारात्मक बातें वह नहीं बोल रहा, लेकिन प्रभु जो कह रहा है उन बातों को वह बोल रहा है. അവന്റെ ഹൃദയത്തിൽ പ്രാർത്ഥിച്ചവൻ നിശ്ചയിച്ചതും വിശ്വസിച്ച് വായുകൊണ്ട് പറഞ്ഞതും സ്വപ്നത്തിൽ അവൻ ദൈവത്തിൽ നിന്ന് കേട്ടതും എന്തോ അത് തന്നെ അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു.
और उसके हृदय में जो उसने प्रभु से पाया उन बातों को मानकर उसने हृदय में निश्चय करके मुंह से जो उसने अंगीकार किया उन बातों को उसने अपने जीवन में पूरा होते हुए देखा। സാഹചര്യങ്ങളൊക്കെ അവനെതിരാണ്. 14 ദിവസമായി സൂര്യനെ പോലും കാണാൻ ആഹാരം കഴിക്കാത്ത കുറെ പേര് മുന്നിലുണ്ട്. 275 പേര്. ഭയങ്കര കൊടുങ്കാറ്റടിക്കുന്നു. അതൊന്നുമല്ല അവനെ സ്വാധീനിച്ചത് അവൻ കേട്ട ദൈവ ശബ്ദം അവനെ സ്വാധീനിച്ചുകൊണ്ടേയിരുന്നു. देखिए परिस्थितियां उसके विपरीत थी। 14 दिन से अंधकार था, सूर्य दिखाई नहीं दिया था, नकारात्मक बातें बोलने वाले लोगों का एक जन समूह उसके चारों ओर था, लेकिन उसे इन किसी बातों ने प्रभावित नहीं किया। वह तो प्रभु की आवाज को सुनकर उस पर दृढ़ता से खड़ा हुआ था। ഹല്ലേലൂയ. ഇന്ന് हालेलुया। രാത്രി ഈ വചനം കേൾക്കുന്ന ചിലരെ സംബന്ധിച്ച് നിങ്ങൾ കാണുന്ന കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ നേരെ ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റുകളുണ്ട്. അതിനൊന്നും നിങ്ങൾ ഭയപ്പെടരുത്. ദൈവം പറഞ്ഞത് മാത്രം വിശ്വസിച്ച് അത് സ്തോത്രം ചെയ്യുക. അത് നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. സംഭവിച്ചു. आज रात मुझे सुनने वालों, नकारात्मकता की हवा आपके जीवन के खिलाफ बह रही होगी, लेकिन प्रभु का आत्मा आपसे चाहता है उन पर ध्यान न लगाने की जगह स्वर्ग आपसे क्या कह रहा है, वचन आपको क्या बता रहा है, उन बातों पर ध्यान लगाकर इन दिनों में दृढ़ता के साथ में आगे कदम बढ़ाने को पवित्र आत्मा आज रात को मुझसे और आपसे बातचीत करता है। ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മുടെ വാഗ്ദത്തങ്ങൾക്കെതിരെ, നമ്മുടെ യാത്രയ്ക്കെതിരെ, നമ്മുടെ ലക്ഷ്യത്തിനെതിരെ മന്ദമാരുതം മുതൽ ഈശാനുമൂലൻ വരെ പോലെ മന്ദമാരുതം തുടങ്ങി ഈശാനുമൂലൻ എന്ന കൊടുങ്കാറ്റ് വരെയുള്ള വൻ പ്രതികൂലങ്ങളെ ഇന്ന് രാത്രി ദൈവം അമർത്തുന്ന രാത്രിയാണ്. आज रात मेरे और आपके प्रतिज्ञाओं के खिलाफ, मेरे और आपके जीवन के आगे की ओर के कूच के खिलाफ जो उठ खड़ी हुई हर प्रकार की आंधी तूफान को परमेश्वर का आत्मा थमाने वाली रात होने पाए आज की रात। വചനം പറയുന്നു, നീ നിന്റെ ലക്ഷ്യത്തിലെത്തും, നിന്റെ മക്കളുടെ ലക്ഷ്യത്തിലെത്തും, വിദ്യാഭ്യാസം പൂർത്തീകരിക്കും, നിന്റെ ജീവിതത്തിൽ ഭൗമികമായി നീ ആരംഭിച്ചതിനെ പൂർത്തീകരിക്കും. ഈ കാറ്റ് തുടരാൻ ദൈവം അനുവദിക്കത്തില്ല. വാഗ്ദത്തം എന്തോ അത് സംഭവിച്ചിരിക്കും. और वचन आज रात को मुझे और आपको याद दिला रहा है, तेरे जीवन में प्रभु ने जो वायदा दिया है उस वायदे को तू पूरा होते हुए देखेगा। तेरे बच्चों के विषय में परमेश्वर अद्भुत कार्यों को करेगा। उन वायदों को, उन प्रतिज्ञाओं को तो पूरा होते हुए देखेगा। अद्भुत कार्यों में तू जीवन यात्रा में आगे कदम बढ़ाएगा। ഹല്ലേലൂയ. हालेलुया। അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 27-ാം അധ്യായം അതിന്റെ 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസിനെ ദൈവം ഒരു ആശ്വാസകനായി അധ്യായത്തിൽ ഉപയോഗിച്ചു. और प्रेरितों का 27वां अध्याय उसके 1 से लेकर 20 तक के पद भागों में पौलुस को परमेश्वर सांत्वना देने वाले के रूप में उस जहाज में इस्तेमाल में लेता है। 21 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ എല്ലാവരും ഉത്സാഹിപ്പിക്കുന്നവനായി ദൈവം പൗലോസിനെ ഉപയോഗിച്ചു. और 21 से लेकर 44 तक सबको प्रोत्साहित करने वाले के रूप में परमेश्वर पौलुस को इस्तेमाल में लेता है। 22-ാം വാക്യം മുതൽ 26-ാം വാക്യം വരെ മറ്റുള്ളവർക്ക് വചനം പങ്കുവെക്കുന്നവനായി ദൈവം അവനെ ഉപയോഗിച്ചു. 22 से लेकर 26 तक के पदों में अन्य लोगों को वचन सिखाने वाले के रूप में पौलुस को प्रभु इस्तेमाल में लेता है। 27 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ മറ്റുള്ളവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നവനായി ദൈവം പൗലോസിനെ ഉപയോഗിച്ചു. और 27 से लेकर 32 तक में अन्य लोगों को चेतावनी देने वालों के रूप में परमेश्वर पौलुस को इस्तेमाल में लेता है। ഇന്ന് രാത്രി സ്ക്രീനിന് മുമ്പിൽ ദൈവം ചിലരെ ഇപ്പൊ കരം വെച്ച് നിയമിക്കുകയാണ്. आज रात प्रभु का आत्मा कुछ लोगों पर अपने हाथ को बढ़ाना चाहता है। നാം ഒരു പാൻഡമിക് സീസണിലാണ്. और हम एक महामारी के दौर में जरूर है। എല്ലാവരും പകച്ചു നിൽക്കുകയാണ്. सब लोग स्तब्ध होकर खड़े हैं। പണമുള്ളവരും അധികാരമുള്ളവരും കഴിവുള്ളവരും പകച്ചു നിൽക്കുകയാണ്. धन वाले लोग, अधिकार पाए हुए लोग, संपन्न लोग स्तब्ध होकर खड़े हैं। നാം അവരെ പോലെ അല്ല. लेकिन हम उनके समान नहीं हैं। നാം ഒരു ശബ്ദം കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ജീവനുള്ള ദൈവത്തിന്റെ ശബ്ദമാണ്. और हम एक आवाज को सुनकर बने हुए हैं, जीवित परमेश्वर की आवाज को। ഒരു ദേശത്തിന് മുഴുവൻ ആശ്വാസകരായ ദൈവം നമ്മെ ഉപയോഗിക്കാൻ പോവുകയാണ്. एक राज्य के ऊपर, एक देश के ऊपर तसल्ली पहुंचाने वाले के रूप में प्रभु मुझे और आपको इस्तेमाल में लेना चाहता है। മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുന്നവരായി ദൈവം നമ്മെ ഉപയോഗിക്കാൻ പോവുകയാണ്. दूसरे लोगों को उत्साहित करने वाले के रूप में प्रभु इस्तेमाल में लेना चाहता है। പാൻഡമിക് സീസണിൽ തന്നെ ദൈവ വചനം പങ്കുവെക്കുന്നവരായി ദൈവം നമ്മെ ഉപയോഗിക്കാൻ പോവുകയാണ്.
और इस महामारी के दौर में ही परमेश्वर के वचन को अन्य लोगों को पहुंचाने वाले के रूप में प्रभु मुझे और आपको इस्तेमाल में लेना चाहता है। തന്റെ ഇടത്തോടെ മറ്റുള്ളവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നവരായി ദൈവം നമ്മെ ഉപയോഗിക്കാൻ പോവുകയാണ്. हियाव के साथ में अन्य लोगों को रास्ता बताने वाले के रूप में प्रभु मुझे और आपको इस्तेमाल में लेना चाहता है। പൗലോസ് പറഞ്ഞു, എന്റെ ഉടയവൻ, ഞാൻ സേവിച്ചു നിൽക്കുന്ന എന്റെ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രി വന്ന് പറഞ്ഞു, ഈ യാത്രയുടെ ഡെസ്റ്റിനേഷൻ, ലക്ഷ്യത്തിൽ നീ എത്തിയിരിക്കും. और जिस प्रकार से पौलुस ने कहा कि जिस परमेश्वर की सेवा मैं करता हूं, उस परमेश्वर के स्वर्गदूत ने आज रात मेरे पास आकर कहा, तू तेरी मंजिल पर पहुंच कर रहेगा। എത്ര പേര് ഇന്ന് രാത്രി ദൈവ ശബ്ദം കേൾക്കുന്നുണ്ട്? कितने लोग आज रात प्रभु की आवाज को सुन रहे हैं? നിങ്ങളെ ദൈവം ധൈര്യപ്പെടുത്തുന്നുണ്ട്. परमेश्वर आपकी हिम्मत को बढ़ा रहा है। നിങ്ങളോട് കഴിഞ്ഞ നാളുകളിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ അങ്ങനെ തന്നെ നടക്കുമെന്ന് വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞതിനെ ഉറപ്പിച്ചു കൊടുത്താട്ടെ. और पिछले दिनों में प्रभु ने जो वायदे आपके जीवन में बोले हैं, वो वायदे पूरा होगा, ऐसा विश्वास करने वाले बोलिए आमीन। സകല പ്രതിസന്ധികളെക്കാളും ദൈവത്തിന്റെ വാഗ്ദത്തത്തിനാണ് ശക്തിയുള്ളത്. देखिए, आपके जीवन के हर चुनौती से बढ़कर है प्रभु के प्रतिज्ञा की, प्रभु के वचनों की सामर्थ्य। 2 പത്രോസ് 1 അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ പറയുന്നത്, ആമേൻ, നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ വിലയേറിയ വാഗ്ദത്തങ്ങൾ, അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ. और पत्रस की दूसरी पत्री के अंदर हम पाते हैं जो प्रतिज्ञाएं परमेश्वर ने मेरे लिए और आपके लिए की है, वो बहुमूल्य प्रतिज्ञाएं हैं। ഏത് പ്രതിസന്ധികളെക്കാൾ വാഗ്ദത്തത്തിന് ശക്തിയുണ്ട്. देखिए, हर चुनौती से बढ़कर है वायदों की सामर्थ्य। കാരണം പത്രോസിന് ഒരു വാഗ്ദത്തം യേശു കർത്താവ് നൽകിയിരുന്നു. क्योंकि पतरस को यीशु ने एक वायदा किया था। അത് യോഹന്നാന്റെ സുവിശേഷം അവസാന അധ്യായത്തിലാണ്. യോഹന്നാൻ रचित सुसमाचार उसके आखिरी भाग में है वह। യേശു അവനോട് പറഞ്ഞു, നീ ഇപ്പൊ യൗവനക്കാരനാ, നിനക്ക് यीशु ने उससे कहा, तू अभी जवान है, നീ അതുകൊണ്ട് നിനക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ അരമുറുക്കി നീ യാത്ര ചെയ്യും. നീ എന്നാൽ വയസ്സനായ ശേഷം മറ്റൊരുത്ത് നിന്റെ അരമുറുക്കുകയും നിനക്ക് ഇഷ്ടമുള്ളത്രത്തേക്കൊക്കെ കൈപിടിച്ച് നിന്നെ നടത്തുകയും ചെയ്യും. और यीशु ने उससे कहा, तू अभी जवान है, जहां तेरी इच्छा हो तू वहां जा सकता है, लेकिन तू वृद्ध होगा और अन्य व्यक्ति तेरी कमर को बांधेगा और ऐसे स्थान पर जहां तू नहीं जानता है चाहता है वहां तुझे ले जाएगा। പിന്നത്തേതിൽ ഈ പത്രോസ് അപ്പോസ്തല പ്രവൃത്തി 12 തടവിലാക്കപ്പെടുന്നുണ്ട്. और यही पतरस प्रेरितों के कार्य 12वें अध्याय में कारागृह में है। തന്റെ കൂടെ കിടന്ന യാക്കോബിനെ, യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാളുകൊണ്ട് ഹെരോദാവ് കൊന്നു കളഞ്ഞു. और हम देखते हैं कि उसके साथ वाले യോഹന്നാ को तलवार से हेरोदा ने मार दिया। പക്ഷേ ഈ പത്രോസിനെയും പിടിക്കാൻ വേണ്ടി, കൊല്ലാൻ വേണ്ടി ആഗ്രഹിച്ചു. അവനെ തടവിലാക്കിയിട്ടിരിക്കുകയാണ്. പക്ഷെ ആ രാത്രി പത്രോസ് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക. लेकिन हम देखते हैं कि उस रात पतरस को भी मारने के लिए उसे कारागृह में रखा गया, लेकिन पतरस बड़े आराम से वहां सो रहा है। ആർക്കാണ് അങ്ങനെ ടെൻഷൻ ഇല്ലാണ്ട് ഉറങ്ങാൻ പറ്റുന്നത്? कौन है जो बिना तनाव के सो सकता है? കാരണം പത്രോസിനോട് നമ്മൾ ചോദിക്കുക, നീ എന്താ ഇങ്ങനെ കിടന്ന് ടെൻഷൻ ഇല്ലാണ്ട് ഉറങ്ങുന്നതെന്ന് ചോദിച്ചാൽ, पतरस से यदि हम पूछे कि बिना तनाव के तू क्यों सो रहा है, നിന്റെ കൂടെയുള്ള ആളെ വാളുകൊണ്ട് കൊന്നില്ലേ, നിന്നെയും കൊല്ലാൻ വേണ്ടിയല്ലേ ഇതിന്റെ അതിട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, तेरे साथ वाले को तलवार से मार डाला गया, लेकिन तू बड़े आराम से क्यों सो रहा है? പത്രോസ് പറയും, നോ 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 നോ, ഞാനിപ്പോ ചാവത്തില്ല. पतरस कहेगा, नहीं, मेरी मृत्यु अभी नहीं होगी, കാരണം യേശു എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ വയസ്സനാകും. क्योंकि यीशु ने कहा है मैं वृद्ध होऊंगा, मेरी उम्र बड़ी होगी। അവൻ ആ ഒരു വാഗ്ദത്തത്തെ ഉറച്ചു വിശ്വസിച്ചതുകൊണ്ട്, और उसने उस वायदे को दृढ़ता से विश्वास करने के कारण അവനെ കൊല്ലുമെന്ന് പറഞ്ഞ ഹെരോദാവ് അധ്യായത്തിന്റെ ഒടുവിൽ ദൈവത്തിന്റെ ദൂതന്റെ അടിയേറ്റ് കൃമിക്കിരയായി മരിച്ചു. പത്രോസിനെ തൊടാൻ ഹെരോദാവിന്റെ വാളിന് കഴിഞ്ഞില്ല. और हम देखते हैं जिस हेरोदोस ने बोला था कि पतरस को मैं तलवार से मार डालूंगा, वही हेरोदोस उसी अध्याय के अंत में कीड़े पड़ के मर गया, लेकिन पतरस वहां पर बच गया। ആമേൻ. തൊട്ടടുത്ത നിമിഷം, തൊട്ടടുത്ത ദിവസം നിനക്ക് നേരെ വാളുയരും, വെട്ടേൽക്കുമെന്ന് ഭയപ്പെട്ടിരിക്കുന്ന നീ വെട്ടേറ്റ് വീഴത്തില്ല, വെട്ടുമെന്ന് പറയുന്നവന്റെ അന്ത്യം കാണുവാൻ നിന്റെ കണ്ണുകളെ ദൈവം സഹായിക്കും. आप देखिए, यदि कोई आपके खिलाफ चुनौती देता है, उसके जीवन में प्रभु का हाथ प्रकट होते हुए देखने का अवसर प्रभु तेरी आंखों के सामने तुझे देने जा रहा है। 2 കൊരിന്ത്യർ ലേഖനം 1:20 പറയുന്നു,
दूसरा कुरिन्थियों 1:20 में लिखा है, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും ദൈവത്തിൽ നിന്ന് ഊ എന്നത്രേ. परमेश्वर के वायदे चाहे कितने भी क्यों न हो, लेकिन वह प्रभु की ओर से हाँ और आमीन ठहरते हैं, കാരണം വാഗ്ദത്തങ്ങൾക്ക് അത്ര ശക്തിയുണ്ട്. क्योंकि वायदों में उतनी सामर्थ्य है. ഇല്ലാത്തതിൽ നിന്ന് ഉളവാക്കി കൊണ്ടുവരും. जो नहीं है उनको वह निर्मित करके लेके आता है. വലിയ വാതിലുകളെ തുറക്കും. बड़े द्वारों को वह खोलता है. ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഇന്ന് രാത്രി മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും അനുഭവിക്കുന്നുണ്ടെങ്കിൽ തൊട്ടു പിന്നാലെ ഒരു വലിയ വാതിൽ ദൈവം തുറക്കാൻ പോവുകയാണ്. यदि आप मानसिक रीति से, शारीरिक रीति से आप थकान में है, एक चुनौती में है, तो आपके लिए प्रभु एक नए द्वार को खोलने जा रहा है. അതുകൊണ്ട് ദൈവം തന്റെ ഹൃദയത്തിന്റെ അകത്ത് നിർണയിച്ചതും ദൈവത്തിന്റെ ദൂതൻ എന്ന് പറഞ്ഞതും അവൻ വിശ്വസിച്ച് ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞു, ഈ യാത്രയിൽ പ്രാണന് ദോഷം വരത്തില്ല, എല്ലാവരെയും ദൈവം രക്ഷിക്കും. और इसीलिए परमेश्वर ने जो उससे कहा था और जो उसने विश्वास किया था और जो उसका वो अंगीकार करता था, उस पर आधारित होकर उसने कहा, इस यात्रा में किसी का नुकसान नहीं होगा, परमेश्वर सबको बचाएगा. അന്ന് പടകിന് നേരെ ഈശാനുമൂലനായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് നേരെ COVID-19 എന്ന ഒരു മഹാമാരിയാണ്. വിശ്വസിക്കുക, ഭയപ്പെടരുത്. നമ്മുടെ ലക്ഷ്യത്തിൽ നമ്മൾ എത്തും. നമ്മുടെ കൂടെയുള്ള മുഴുവൻ പേരെയും നാം നിമിത്തം ദൈവം രക്ഷിക്കും. उस जहाज के खिलाफ वो तूफान था, तो आज वर्तमान परिस्थिति में कोविड-19 यदि मेरे और आपके खिलाफ खड़ा हुआ है, आज रात प्रभु का आत्मा कहता है हमें डरने की जरूरत नहीं है. प्रभु हमें हमारे लक्ष्य में पहुंचाएगा. न केवल इतना, लेकिन हमारे कारण प्रभु कईयों को सुरक्षित भी रखेगा. ഹല്ലേലൂയ, ഹല്ലേലൂയ, हालेलुया. രാത്രി നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ എല്ലാവർക്കും അടയ്ക്കാം. आज रात हमारी आंखों को हम बंद करें, मिलकर प्रार्थना करें. അന്യഭാഷകളിൽ സംസാരിക്കാൻ കഴിയുമോ? നിങ്ങൾ ചില നിമിഷങ്ങൾ അന്യഭാഷകൾ ദൈവത്തോട് സംസാരിക്കാൻ. और जितने लोग अन्य भाषा बोल सकते हैं, क्यों ना अपने घरों से अन्य भाषा में प्रभु को धन्यवाद देना आरंभ कीजिए. ओ रब खबरी रब शामदुलिया अब्दुल्ला ഭയത്തിന്റെ ആത്മാവ് വിട്ടുപോട്ടെ. हर प्रकार की भय की आत्मा यीशु के नाम में जो को छोड़ने पाए. ഇപ്പോൾ ഭയം മാറിപ്പോകുന്നതിനാൽ രോഗങ്ങൾ മാറിപ്പോകട്ടെ. भय जाने के कारण बीमारी से लोग चंगे होने पाए. ഈ മീറ്റിംഗ് ആരംഭിച്ച സമയത്തും ബ്രീത്തിങ്ങുമായി ബന്ധപ്പെട്ട് വിമ്മിഷ്ടപ്പെട്ടിരുന്ന ചിലരെ ഇപ്പോൾ ദൈവം ഫ്രീ ആക്കിയിരിക്കുകയാണ്. നിങ്ങൾ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആമേൻ. ശ്വാസകോശ സംബന്ധമായ ചില മണ്ഡലങ്ങളെ ദൈവം ശാസിച്ചിരിക്കുകയാണ്. प्रभु का आत्मा बता रहा है कि कुछ लोग हैं जिन्हें श्वास लेने में तकलीफ होती है. प्रभु का आत्मा कह रहा है कि आपके जीवन में एक चंगाई अभी इसी समय प्रकट हो रही है. आप उसे स्वीकार कीजिए, हिम्मत से श्वास लेना आरंभ कीजिए. ത്വക്കുമായി ബന്ധപ്പെട്ട ചില രോഗങ്ങളെ യേശുവിന്റെ നാമത്തിൽ അധികാരം ഇപ്പോൾ സൗഖ്യമാക്കിയിരിക്കുകയാണ്. आपकी त्वचा से संबंधित कुछ बीमारियों पर यीशु मसीह के नाम से चंगाई प्रकट हो रही है. आप स्वीकार कीजिए. ഭയപ്പെടരുത്. तू भयभीत मत होना, കാരണം ദൈവം നമ്മോട് കൂടെയുണ്ട്. क्योंकि हमारा परमेश्वर हमारे संग है. ദൈവത്തിന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് ആജ്ഞയനുസരിക്കുന്ന ആരുണ്ട്? അവരുടെ കൂടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വന്ന് താമസിക്കുകയാണ്. परमेश्वर के वचन को सुनकर उसकी आज्ञा को मानने वाला यदि कोई है, प्रभु उससे प्रेम करता है और पिता पुत्र पवित्र आत्मा उसके संग निवास करता है. ആരാണ് വചനം അനുസരിക്കുന്നത് അവർക്ക് പിതാവിന്റെ സ്നേഹം ധാരാളം കിട്ടും. അവരിലൂടെ ദൈവം തന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ടേ. और जो वचन का पालन करता है उसके ऊपर पिता का प्रेम बहुत आय से प्रकट होता है और वो अपनी महिमा को उसके जीवन में प्रकट करता रहता है. കഴിവ് നഷ്ടപ്പെട്ടു, ഗുണം നഷ്ടപ്പെട്ടു, കളറ് നഷ്ടപ്പെട്ടു, വീര്യം നഷ്ടപ്പെട്ടു, മണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ചിലതിന്റെ മേൽ ഇപ്പോൾ പെട്ടെന്ന് ഒരു ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുകയാണ്. आप हो सकता है कह रहे होंगे मेरी सामर्थ्य चली गई, मेरी सुंदरता चली गई, मेरा शरीर कमजोर हो गया, मेरा सब कुछ बिगड़ गया. लेकिन प्रभु का आत्मा कहता है कि कुछ बातों को तुरंत मैं तेरे जीवन में भेजना चाहता.
യേശു പറയുന്നു വചനമനുസരിക്കുന്ന ആരുണ്ട് അവരിൽ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തുവാൻ പോവുകയാണ്. और यीशु मसीह कह रहा है कि वचन को मानने वाला कौन है, उसके जीवन में मैं अपने आप को प्रकट करना चाहता हूं. അതൊരു പ്രശ്നമുള്ള സമയത്ത് തന്നെ കാനാവിൽ പ്രതിസന്ധിയാൽ മരവിച്ച് നിൽക്കുന്നിടത്ത് തന്നെയാണ് മഹത്വം വെളിപ്പെടാൻ പോകുന്നത്. आप देखिए समस्या भरे हुए उस माहौल में, काना के उस घर में जहां पर दाखरस समाप्त हो गया था, वहां पर परमेश्वर अपनी महिमा को प्रकट करता है. നിങ്ങളുടെ പട്ടണത്തിൽ, നിങ്ങളുടെ ഓഫീസിൽ, നിങ്ങളുടെ ക്യാമ്പസിൽ, നിങ്ങളുടെ ഗ്രാമത്തിൽ, നിങ്ങളുടെ പട്ടണത്തിൽ പണമുള്ളവരും കഴിവുള്ളവരും ആമേൻ അധികാരമുള്ളവരും പകച്ചു നിൽക്കുമ്പോൾ തന്നെ നിങ്ങളെ ദൈവം കയ്യിലെടുക്കാൻ പോവുകയാണ്. और आपके गांव में, आपके शहर में, आपके दफ्तर में, आपके परिवार में धनाढ़ लोग जब बेबस होकर खड़े हैं, निराशा में खड़े हैं, ऐसे समयों में प्रभु उनके सामने आपको सामर्थ के साथ में खड़ा करने जा रहा है. നിന്ദിക്കപ്പെട്ടവനായിട്ടായിരിക്കും ഇപ്പൊ നീ ഗ്രാമത്തിൽ. हो सकता है तू आज निंदा के साथ में खड़ा होगा. ആമേൻ. യേശുവിന്റെ വചന നിമിത്തം, ദൈവത്തിന്റെ നാമനിമിത്തം പട്ടണത്തിലും ക്യാമ്പസിലും നിന്റെ ഓഫീസിലും നീ നിന്ദിക്കപ്പെട്ട അവിടെ തുടങ്ങിയത് ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു നിന്നെ മാനിക്കുന്ന ഒരു അഭിഷേകം നിന്റെ മേൽ ദൈവം ഇപ്പൊ പകരുകയാണ്. और हो सकता है यीशु मसीह के वचन के निमित्त तू निंदा को महसूस कर रहा होगा, तू अवहेलना को महसूस कर रहा होगा, तेरे परिवार में, तेरे मित्रों के मध्य में तू अकेलेपन के दौर में से होकर गुजर रहा होगा, लेकिन पवित्र आत्मा तुझसे कहता है आज रात को वचन के कारण तेरे जीवन में एक नया बल, एक नया सामर्थ्य प्रदान करना चाहता है. പൗലോസ് എന്ത് പറഞ്ഞോ അതുപോലെ തന്നെ അവർ മെലിത്ത എന്ന ദ്വീപിൽ ഇറങ്ങാനിടയായി. और पौलुस ने जैसा कहा ठीक वैसे ही मिलीते नामक टापू में जाकर वो जहाज टिक गया. നിങ്ങൾ വീട്ടിൽ ഇതിന് ശേഷം പിന്നെയും ആ ഭാഗം എടുത്ത് വായിച്ചാട്ടെ. आज घर जाकर अपने अपने घरों में आप उस पद भाग को वापस पढ़ना. നിന്ദിക്കപ്പെട്ട് തടവുകാരുടെ കൂട്ടത്തിൽ യാത്ര ചെയ്ത പൗലോസ് മെലിത്ത ദ്വീപിൽ മാനിക്കപ്പെടാനിടയായി തീർന്നു. आप देखिए एक बंदी के समान उन बंदियों के साथ में सफर किया हुआ पौलुस मिलीते नामक टापू में उसका आदर मान प्रभु करवाता है. അവിടുത്തെ പ്രധാന ഭരണാധികാരിയുടെ വീട്ടിലേക്ക് അവൻ ക്ഷണിക്കപ്പെട്ടു, ആഹാരത്തിന് ക്ഷണിക്കപ്പെട്ടു, സമ്മാനങ്ങൾ, നിറയെ സമ്മാനങ്ങൾ കൊണ്ട് അവൻ മെലിത്ത ദ്വീപിൽ നിന്ന് മടങ്ങിപ്പോയത്. और हम देखते हैं कि मिलीता टापू के सरदार के घर पर उसे आमंत्रण मिलता है और वो वहां पर जाता है. परमेश्वर उसके नाम को बढ़ाता है, आदर मान करता है और धन संपत्ति के साथ में वो मिलीता नामक टापू से विदा लेता है. ഈ മഹാമാരി പലരുടെയും യാത്രയെ തടുക്കും, പലരെയും ശൂന്യരാക്കും, പലരെയും നഷ്ടപ്പെടുത്തി കളയും. എന്നാൽ ദൈവത്തിന്റെ ശബ്ദം, വചനത്തിന്റെ ശബ്ദം കേൾക്കുന്ന നിന്നെ സംബന്ധിച്ച് നിറവുള്ള ഒരു വലിയ അനുഗ്രഹം, ആമേൻ, കവിഞ്ഞൊഴുകുന്ന ഒരു അനുഗ്രഹം, മാനിക്കുന്ന ഒരു അനുഗ്രഹം, എല്ലാവരുടെയും മുമ്പിൽ ഉയർത്തുന്ന ഒരു അനുഗ്രഹത്തിനാൽ ഈ പ്രതിസന്ധിയെ ദൈവം വഴിമാറ്റി വിടുകയാണ്. प्रियो, यह महामारी, यह कोविड कईयों के जीवन की रूपी जहाज को रोक देगा, लेकिन प्रभु का आत्मा कहता है कि जो वचन को मानता है, जो आज्ञा पर चलता है, ऐसे लोगों के जीवन के अंदर इन विपरीत परिस्थितियों में पवित्र आत्मा आपको आगे बढ़ाएगा, आपको स्थिरता के साथ में चलाएगा, आपका आदर मान करेगा. ऐसा पवित्र आत्मा रात को स्पष्टता के साथ में मुझसे और आपसे बातचीत करता है. യേശുവിന്റെ നാമത്തിൽ ഈ വചനം വിശ്വസിക്കത്തക്ക നിലയിൽ രോഗികൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. यीशु मसीह के नाम में अभी इसी समय इस वचन को स्वीकार करने के द्वारा यीशु मसीह के नाम से बीमार लोग चंगे होने पाए, അടഞ്ഞ വാതിലുകൾ തുറക്കട്ടെ, बंद दरवाजे खुलने पाए. ഓഫീസിലും ക്യാമ്പസിലും ഗ്രാമത്തിലും പട്ടണത്തിലും യേശുവിന്റെ നാമത്തിൽ അവർ മാനിക്കപ്പെടട്ടെ. आपके ऑफिस के अंदर, आपके कैंपस के अंदर, आपके नगरों में यीशु मसीह के नाम से आपका आदर मान होने पाए. വചനം കേൾക്കുന്ന, അനുസരിക്കുന്ന ഈ വിശുദ്ധന്മാർ നിമിത്തം ഗ്രാമത്തിലുള്ളവരെ, പട്ടണത്തിലുള്ളവരെ, ആ സ്റ്റേറ്റിലുള്ളവരെ ദൈവം അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പ്രതികൂലങ്ങൾ അമർച്ച ചെയ്യപ്പെടട്ടെ. और वचन मानने वाले, वचन पर चलने वाले इन लोगों के द्वारा प्रभु की महिमा प्रकट होने पर इनके खिलाफ आने वाला आंधी तूफान यीशु मसीह के नाम में थम जाने पाए. സംഭവിക്കട്ടെ. ദൈവത്തിന്റെ വചനത്തിന് ശബ്ദം കേട്ട് ആജ്ഞയനുസരിക്കുന്ന വീരനായ പൗലോസിനെ പോൽ ദൈവമഹത്വത്തിനായി ഈ ജനത്തെ ഉപയോഗിക്കണമേ. और यीशु मसीह के नाम से ऐसी बातें होने पाए जिस प्रकार से पौलुस के जीवन में परमेश्वर की महिमा प्रकट हुई, वैसे प्रभु की महिमा वचन के मानने वाले हर एक के जीवन में प्रकट होने पाए. हालेलुया.
ദൈവം പ്രാർത്ഥന Hallelujah. കേട്ടതിന് സ്തോത്രം. കർത്താവെ, അവിടുത്തെ വിലയേറിയദാസൻ പാസ്റ്റർ സന്തോഷ് വർഗീസിനാൽ, ആ പട്ടണത്തിനാൽ, എല്ലാ ശുശ്രൂഷകൾക്കായി ഈ സ്ക്രീൻ മുമ്പിലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല വാർത്തകളുമായിട്ട് ഞങ്ങൾ കാണും. ഞങ്ങളെയും ഞങ്ങളുടെ കൂടെയുള്ളവരെയും ഞങ്ങൾക്കുള്ളവരെയും ദൈവം ഞങ്ങൾക്ക് ദാനം ചെയ്തതിനാൽ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. परमेश्वर पिता, जितने लोग इस सभा में जुड़े हर एक के लिए मैं प्रार्थना करता हूं, हर एक के जीवन पे आपके आशीष की घोषणा करता हूं। आने वाले दिनों में शुभ समाचार के साथ में हम आपस में मुलाकात करेंगे, मिलकर प्रभु की महिमा करेंगे। उन बातों के साथ में हम आपके हाथों में सौंपते हुए यीशु के नाम में हम मांगते हैं, आमीन आमीन। Amen. താങ്ക് യു പാസ്റ്റർ സന്തോഷ് വർഗീസ്. പ്ലാറ്റ്ഫോമിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കുമുള്ള വന്ദനം, നന്ദി അറിയിക്കുന്നു. അത്ഭുതങ്ങളോടെ നമുക്ക് കാണാം. ദൈവം നന്മയ്ക്കായി കൂടി ആവരിക്കും. നമ്മുടെ മേൽ ഇന്ന് രാത്രി നിയമനം ദൈവം പകർന്നിട്ടുണ്ട്. ഐ ലവ് യു ഓൾ. ജീസസ് ലവ്സ് യു. ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ. ആൻഡ് താങ്ക് യു ഓൾ.